6x6 സൈസിലുള്ളതായ ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്, അപ്സ്റ്റെയറിലുള്ളത്. അതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ ഭിത്തികളിൽ നമ്മൾ വീണ്ടും ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഹൈലൈറ്റഡ് ആണ്. ഇവിടെ ഒരു കൺവെർട്ടറുണ്ട്, ഷവറുണ്ട്, വാഷ് ബേസിനുണ്ട്, ഒരു സിംഗിൾ യൂണിറ്റ് ക്ലോസറ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള 2x2 ടൈൽസാണ്, വെട്രിഫൈഡ് ടൈൽസാണ് തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം തെന്നി വീഴാതിരിക്കാനൊക്കെ സാധ്യമാകും. ഇതിൻ്റെ ഡോറ് PVC ഡോറാണ്. ചിത്രപ്പണികളോടുകൂടിയ മനോഹരമായൊരു PVC ഡോറുമാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. വാഷ് ബേസിനുണ്ട്, മിററുണ്ട്, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ ടോയ്ലറ്റിനകത്ത് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജീവൻ ടിവിയുടെ എൻ്റെ വീടെന്നുള്ള പരിപാടിയിൽ നമ്മൾ എല്ലാ എപ്പിസോഡിലും വീട് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും പറയുന്ന ഒരു പതിവുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഈ എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും പെർമിറ്റ് ഫീസും സംബന്ധിച്ചുമാണ്. നമുക്കറിയാം, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷന് ഇങ്ങനെ 3 ഘടകങ്ങളായിട്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വീടിന് പെർമിഷൻ എടുക്കാൻ നേരത്ത് ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് അത് ഒരു 850 സ്ക്വയർ ഫീറ്റ് വരെയുള്ളതായ വീടുകൾക്കാണെങ്കിൽ അത് പഞ്ചായത്തിൽ 3.5 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 3.5 രൂപയും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ 5 രൂപയാണ്. അതിന് നമ്മൾ സ്ക്വയർ ഫീറ്റ് കൂടി പോകുന്തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു 850 സ്ക്വയർ ഫീറ്റ് മുതൽ ഒരു 1600 സ്ക്വയർ ഫീറ്റ് വരെ വരുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ 25 രൂപയും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ 17.5 രൂപയും കോർപ്പറേഷനിൽ 20 രൂപയാണ്. അത് മുകളിലോട്ട് പോകുന്തോറും റേറ്റ് കുറയുകയാണ്. അങ്ങനെ ഓരോ സ്ലാബും കയറി പോകുന്നതിനനുസരിച്ച് ഫീസിൻ്റെ ഒരു വ്യത്യാസവും കാണുവാൻ സാധിക്കും. നമ്മൾ പെർമിറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് എഞ്ചിനീയർ സൈൻ ചെയ്ത ഒരു പെർമിറ്റ് പ്ലാൻ, അതിനകത്ത് കുറേയധികം ഡീറ്റെയിൽസ് ചേർത്തിട്ടുള്ള ഒരു പെർമിറ്റ് പ്ലാൻ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മളത് K-SMART എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത്. അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ വസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റായിട്ട് കരമടച്ച രസീത്, അതോടൊപ്പം കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് BTR ആണ്, ബേസിക് ടാക്സ് രജിസ്റ്റർ, അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ എന്ന് പറയുന്നത്, കരയാണോ നിലമാണോ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും. ഇത്രയും കാര്യങ്ങളും പെർമിറ്റ് പ്ലാനുമാണ് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സെൽഫ് പെർമിറ്റൊക്കെ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെർമിറ്റ് കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ലഭ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോഴാണ് നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടുന്നത്, വീടിൻ്റെ ടാക്സൊക്കെ നിശ്ചയിക്കുന്നത്. കംപ്ലീഷൻ്റെ സമയത്ത് നമുക്ക് വീടിൻ്റെ ടാക്സ് എത്രയാണെന്ന് അസസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലേബറിൻ്റെ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടത് വരും, സെസ് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ വില്ലേജിൽ അടയ്ക്കേണ്ടതായ കുറച്ച് ഫീസുകളുണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു പുതിയ ഒരു രീതി നിലവിൽ വന്നിട്ടുണ്ട്, ഭൂമി തരംമാറ്റം എന്ന് പറയുന്ന സംവിധാനം. മുമ്പ് നമുക്ക് ഒരു വയലായിട്ടുള്ള ഒരു സ്ഥലത്ത് വീട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ലായിരുന്നു. മറ്റ് ഭൂമികളില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെക്കാനായിട്ട് ഒരു ചെറിയ പെർമിഷൻ നമുക്ക് കിട്ടും. അത് വെറും 1280 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് വെക്കാനുള്ള പെർമിഷൻ മാത്രമേ നമുക്ക് വയലിൽ ലഭിക്കുകയുള്ളൂ. അത് മറ്റ് സ്ഥലമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം. എന്നാൽ ഇപ്പോൾ അത് ഭൂമി തരം മാറ്റി നമുക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് 25 സെൻറ്റ് വരെയുള്ള വസ്തുവിന് ഫ്രീ ആയിട്ട് പൈസ ഒന്നും അടയ്ക്കാതെ തന്നെ ഭൂമി തരം മാറ്റി കിട്ടും. അത് ചിലപ്പോൾ കാലതാമസം എടുക്കും. അത് വില്ലേജിൻ്റെയും താലൂക്കിൻ്റെയും ഒക്കെയുള്ള അനുവാദം, RDOയുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് അത് തരം മാറ്റി കിട്ടുന്നത്. 25 സെൻറ്റിന് മുകളിലേക്കുള്ള പ്ലോട്ടുകൾ നമ്മൾ തരം മാറ്റാനായിട്ട് കൊടുക്കുമ്പോൾ ആ ഏരിയയിലുള്ള ആ വസ്തുവിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ 10% നമ്മൾ ഫീസായിട്ട് അടയ്ക്കണം. അടച്ചെങ്കിൽ മാത്രമേ ആ ഭൂമി തരം മാറ്റി കിട്ടുകയുള്ളൂ. ഭൂമി തരം മാറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അവസരം, വീട് നിർമ്മിക്കുന്നതിന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ ചില മേഖലകളിലുണ്ട്. തണ്ണീർത്തട പദ്ധതിയൊക്കെ ഉള്ള നിലവിലിരിക്കുന്നിടത്ത് അതിനൊരു പരിധിയുണ്ട്. പിന്നെ ചില മേഖലകളിൽ വീട് നിർമ്മിക്കുന്നതിന് ഹൈറ്റിന് റെസ്ട്രിക്ഷനുണ്ട്. ഇത്ര ഹൈറ്റ് വരെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എയർപോർട്ടും അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളിടത്ത് ഹൈറ്റിന് റെസ്ട്രിക്ഷനുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കുമ്പോൾ എയർപോർട്ടിൻ്റെ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഈ വീടിനുള്ള പെർമിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ പെർമിറ്റ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് 10,000-ന് മുകളിലുള്ളതാണെങ്കിൽ
അതിന് നമുക്ക് ഫയറിൻ്റെ അപ്രൂവൽ എടുക്കണം, ഫയറിൻ്റെ NOC എടുക്കണം, ഫയർ സംവിധാനങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ 4 നിലയിൽ മുകളിലേക്കുള്ളതാണെങ്കിൽ ലിഫ്റ്റ്, അങ്ങനെയുള്ള കുറേയധികം നിബന്ധനകളുണ്ട്. അത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ളത് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും വീട് വെക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. പുതുതായി ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആവലാതികളും ഒക്കെയുണ്ട്. എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പല ചിന്തകൾ മനുഷ്യന് വരാറുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഭാവികം മാത്രമാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയാണ് ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു അവയർനെസ് നമ്മൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു അതുതന്നെയാണ്. വ്യത്യസ്തമായ വീടുകൾ, വ്യത്യസ്തമായ നിർമ്മാണ രീതികൾ, വ്യത്യസ്തമായ നിർമ്മാണ സാമഗ്രികൾ, അതോടൊപ്പം തന്നെ വീട് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ഇതൊക്കെ എൻ്റെ വീടെന്നുള്ള ജീവൻ ടിവിയുടെ പരിപാടിയിലൂടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.